പ്രിയപ്പെട്ട അച്ഛന്മാരെ, അമ്മമാരെ, നമുക്ക് ഇന്ന് ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. പ്രമേഹമുള്ളവർക്ക് ഏതൊക്കെ പഴങ്ങൾ കഴിക്കാം, ഏതൊക്കെ ഒഴിവാക്കണം എന്നതിനെക്കുറിച്ച്. പ്രമേഹം എന്നത് ഒരു വെല്ലുവിളിയാണ്, പക്ഷേ ശരിയായ ഭക്ഷണരീതിയിലൂടെ നമുക്കിതിനെ നിയന്ത്രിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പ്രായമായവർക്ക് ശരീരം ആരോഗ്യകരമായി നിലനിർത്താൻ ലളിതവും എളുപ്പവുമായ മാർഗങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പഴങ്ങൾ വളരെ പ്രധാനമാണ്. പക്ഷേ ചില പഴങ്ങൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വേഗത്തിൽ കൂട്ടും, അത് പ്രമേഹമുള്ളവർക്ക് ബുദ്ധിമുട്ടാകും. എന്നാൽ ചില പഴങ്ങൾ ശരീരത്തിന് ഗുണം ചെയ്യുകയും പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഏതൊക്കെ പഴങ്ങൾ കഴിക്കാം, ഏതൊക്കെ ഒഴിവാക്കണം? ഒരു കപ്പ് ചായയോ കാപ്പിയോ എടുത്ത് എന്നോടൊപ്പം ഇതിനെക്കുറിച്ചറിയാൻ വരൂ. ആദ്യം പ്രമേഹമുള്ളവർക്ക് ഏറ്റവും നല്ല പഴങ്ങളെക്കുറിച്ച് പറയാം. ബ്ലൂബെറി, സ്ട്രോബെറി പോലുള്ള ബെറി വർഗ്ഗങ്ങൾ വളരെ മികച്ചതാണ്. ഈ ചെറിയ പഴങ്ങൾ രുചികരമാണെന്ന് മാത്രമല്ല, വിറ്റാമിനുകളും ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഘടകങ്ങളും നിറഞ്ഞതാണ്. ഇവ കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയെ പതുക്കെ നിയന്ത്രിക്കാൻ സഹായിക്കും. ഒരു കപ്പ് സ്ട്രോബെറി അല്ലെങ്കിൽ ബ്ലൂബെറി രാവിലെ കഴിച്ചാൽ അത് നല്ല ഊർജവും ആരോഗ്യവും നൽകും. ഇവ ഒരു പാത്രത്തിൽ പാലോ ഓട്സോ ചേർത്ത് കഴിക്കാം, വളരെ രുചികരമാണ്. പിന്നെ പീച്ച്. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ കിട്ടുമെങ്കിൽ ഒഴിവാക്കരുത്. പീച്ച് കഴിക്കുന്നത് വിശപ്പിനെ നിയന്ത്രിക്കാനും ശരീരത്തിനു വേണ്ട വിറ്റാമിനുകൾ നൽകാനും സഹായിക്കും. ഇതിൽ പഞ്ചസാര കുറവാണ്, അതുകൊണ്ട് പ്രമേഹമുള്ളവർക്ക് ഇതൊരു നല്ല ഓപ്ഷനാണ്. ആപ്പിൾ. ഒരു ദിവസം ഒരു ആപ്പിൾ കഴിച്ചാൽ ഡോക്ടറെ അകറ്റി നിർത്താം എന്ന് പറയാറില്ലേ? ഇത് പ്രമേഹമുള്ളവർക്കും ശരിയാണ്. ആപ്പിളിൽ നാരുകളുണ്ട്. ഇത് ഭക്ഷണം ദഹിക്കുന്നത് പതുക്കെയാക്കി രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കാൻ സഹായിക്കും. ഒരു ചെറിയ ആപ്പിൾ ഉച്ചയ്ക്ക് ഒരു ലഘുഭക്ഷണമായി കഴിക്കാം. പിന്നെ ഓറഞ്ച്. ഓറഞ്ച് കഴിക്കുമ്പോൾ നമുക്ക് ഉന്മേഷം തോന്നുമല്ലേ? ഇതിൽ വിറ്റാമിൻ സി ധാരാളമുണ്ട്. ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. പക്ഷേ ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നതിന് പകരം മുഴുവനായി കഴിക്കുന്നതാണ് നല്ലത്. കാരണം ജ്യൂസാക്കുമ്പോൾ പഞ്ചസാര കൂടുതലാകും. കിവിയും പിയറും ചെറിയൊരളവിൽ കഴിക്കാം. ഇവ രണ്ടും രക്തത്തിലെ പഞ്ചസാര വേഗത്തിൽ കൂട്ടാതെ ശരീരത്തിനാവശ്യമായ പോഷകങ്ങൾ നൽകും. ചെറി പോലുള്ള പഴങ്ങളും നല്ലതാണ്, പക്ഷെ ഒരു ചെറിയ കപ്പ് മാത്രം മതി. കൂടുതൽ കഴിച്ചാൽ പഞ്ചസാര കൂടാം. ഇനി ഏതൊക്കെ പഴങ്ങൾ ഒഴിവാക്കണം? പൈനാപ്പിൾ, മാമ്പഴം, വാഴപ്പഴം, മുന്തിരി, വെള്ളരിക്ക ഇവയൊക്കെ വളരെ രുചികരമാണെങ്കിലും പ്രമേഹമുള്ളവർക്ക് അനുയോജ്യമല്ല. ഈ പഴങ്ങളിൽ പഞ്ചസാരയും കാർബോഹൈഡ്രേറ്റും ധാരാളമുണ്ട്. ഇത് രക്തത്തിലെ പഞ്ചസാര വേഗത്തിൽ കൂട്ടും. ഉണക്കമുന്തിരി, ഈന്തപ്പഴം, ലിച്ചി പോലുള്ളവയും ഒഴിവാക്കുന്നതാണ് നല്ലത്, കാരണം ഇവയിൽ പഞ്ചസാര വളരെ കൂടുതലാണ്. നമ്മുടെ പ്രായമായവർക്ക് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഒരു ചെറിയ പാത്രത്തിൽ ബെറി വർഗ്ഗങ്ങൾ, ആപ്പിൾ അല്ലെങ്കിൽ ഓറഞ്ച് കഴിക്കുന്നത് ശീലമാക്കൂ. ഒരിക്കലും വലിയ അളവിൽ പഴങ്ങൾ കഴിക്കരുത്, കാരണം അത് രക്തത്തിലെ പഞ്ചസാരയെ ബാധിക്കും. കൂടാതെ ദിവസവും അല്പം നടത്തം, ശുദ്ധമായ വെള്ളം കുടിക്കൽ, ഒപ്പം ഡോക്ടറെ കണ്ട് പതിവായി പരിശോധന നടത്തുന്നത് മറക്കരുത്. പ്രിയപ്പെട്ടവരെ, ഈ വിവരങ്ങൾ നിങ്ങളെ അറിവുള്ളവരാക്കാനാണ്, പക്ഷേ ഇത് ഒരു ഡോക്ടറുടെ ഉപദേശത്തിന് പകരമല്ല. നിനക്കെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ദയവായി ഒരു യോഗ്യനായ ഡോക്ടറെ സമീപിക്കൂ. നിന്റെ ആരോഗ്യം എനിക്ക് വളരെ പ്രധാനമാണ്. നിനക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട പഴം? ബ്ലൂബെറിയോ, ആപ്പിളോ, അതോ വേറെ എന്തെങ്കിലുമോ? എന്തായാലും ശരീരത്തെ സ്നേഹിക്കുക, ആരോഗ്യത്തോടെ ജീവിക്കുക.